ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുക. ആമസോണിൽ നല്ല നല്ല കളക്ഷൻ വരുമ്പോൾ അപ്പം എടുത്ത് പിക്ക് ചെയ്യും ഞാൻ കേട്ടോ. അപ്പോൾ സെയിലും കൂടി ഉള്ളപ്പോൾ പിന്നെ പറയാൻ വേണ്ട, നല്ല റേറ്റ് കുറവിന് കിട്ടും. അപ്പോൾ ഇത്രയും നേരം വളവള അടിക്കുന്നത് ആരാന്ന് അറിയണ്ടേ? ഷെൽമി. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ആമസോണിൽ നിന്ന് കുറച്ച് പിക്ക് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇട്ട ഈ ഒരു ഫസ്റ്റ് നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ. റയർ ഷെയ്ഡല്ല, അതൊരു പ്രിൻറ്റും ഹാൻഡ് പെയിൻറ്റ് ചെയ്ത പോലത്തെ വർക്കാണ് ഇത്. ഇൻഡോ ഇതാ ബ്രാൻഡിൻ്റെ ആണ്. സ്ട്രേറ്റ് ഫിറ്റിലായിട്ടുള്ള ഈ കുർത്തയാണ്. പിന്നെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കോട്ടൺ, ലൈറ്റ് വെയ്റ്റിൽ നല്ല ടൈപ്പ് കോട്ടൺ മെറ്റീരിയലിൽ ഇങ്ങനെ നല്ലൊരു ഷെയ്ഡ് കേട്ടോ. ഡബിൾ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റാണോ ഇത് ബ്രഷ് ചെയ്തിട്ടുള്ളതാണോ എന്ന് നമുക്ക് തന്നെ ഡൗട്ട് തോന്നുന്നു. അത്രയും നല്ല രസത്തിലാണ് ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അതേ സെയിം വർക്ക് തന്നെ നമുക്ക് സ്ലീവ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ നോക്കിയാൽ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ഇതുപോലെ, പക്ഷേ സൺസെറ്റൊക്കെ ഓറഞ്ച് ആ ഒരു ഇതിൽ എന്തോ ഒരു രസമായിട്ടുണ്ട്. പീക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല. ഈ ഒരു ഷെയ്ഡ് ഒന്ന് കോമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. ബ്ലൂ, ഡാർക്ക് സ്കൈ ബ്ലൂ ഉണ്ട്, ഡാർക്ക് ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ഗ്രീൻ തന്നെ 3-4 ഗ്രീൻ ഉണ്ട്. എന്തൊക്കെയാണ്, പക്ഷെ എന്തായാലും കാണാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സിംഗിൾ കുർത്ത മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ള ഈ ഒരു പാൻറ്റ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളതല്ല. ഈ ഒരു കുർത്ത മാത്രമാണ്. ഇതിന് ഒരു 700-800 ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട്. ഇൻഡോറ ബ്രാൻഡാണ് കേട്ടോ. നല്ല ബ്രാൻഡഡ് ഐറ്റമാണ് കേട്ടോ. ഇവരുടെ നല്ല കളക്ഷൻസ് ഒക്കെ തന്നെയാണ്. കോട്ടൺ മെറ്റീരിയലിൻ്റെ നല്ല അടിപൊളി ഷെയ്ഡല്ലേ. യെല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡും കൂടിയാണ്. ഇതിലൊരു ഷെയ്ഡും കൂടി ഉണ്ട്, അത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ ഇത് നല്ല ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷനിൽ, പിന്നെ ഇതിൻ്റെ കൂടെ ജീൻസ് പാരനേക്കാളും കൂടുതൽ ഇങ്ങനെ ട്രൗസർ ടൈപ്പ് ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും കുറച്ചുകൂടി അടിപൊളിയായിരിക്കുക. ഇത് കോട്ടൺ, വേറെ ഒന്നും നോക്കാനില്ല. കോട്ടൻ്റെ ഇത്തിരി ലെങ്ത്ത് കൂടുതലാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇത്തിരി ലെങ്ത്തൊക്കെ കൂടുതലാണ് ഇത് വരുന്നത് കണ്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബട്ടക്സ് ഒക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് ഹിഡൻ ആയിട്ട് നിൽക്കും. അങ്ങനെ ചിലർക്ക് ഇങ്ങനെ എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അടിപൊളിയായിരിക്കും, അവർക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ്. അവർക്ക് പറ്റിയിട്ടല്ല, മൊത്തത്തിൽ ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ലാർജ്, ഇത് ഓവർ സൈസ് ഷർട്ടാണ് ഇത് വരുന്നത്. പിന്നെ സാധാരണ കോളർ, പിന്നെ പ്രത്യേകിച്ചൊന്നും ഇതിൽ വേറെ പറയാനൊന്നുമില്ല. പിന്നെ ഉള്ളത് ഇതിൻ്റെ സ്ലീവ് തന്നെയാണ്. സാധാരണ ഷർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലീവ് ഫുള്ളായിട്ടല്ലേ വരാറ്. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു 3/4 ടൈപ്പ് നമ്മുടെ പെണ്ണുങ്ങളുടെ മറ്റേ കൂർത്തേരൊക്കെ സ്ലീവില്ല, അതുപോലത്തെ ഒക്കെ സ്റ്റൈലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബട്ടനൊന്നും ഇല്ല കേട്ടോ സ്ലീവിൽ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. കോട്ടൺ, പക്ക കോട്ടൺ. പക്ക കോട്ടൺ എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടണിലല്ല. പ്യുവർ കോട്ടൺ എന്താണെങ്കിൽ നല്ല റേറ്റൊക്കെ കൊടുക്കേണ്ടി വരും. ഇത് അത്രയൊന്നുമില്ല, ജസ്റ്റ് 498 റുപ്പീസിനാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സെയിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് റേറ്റോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇഷ്ടപ്പെടാണെങ്കിൽ അപ്പം തന്നെ വിസ് ലിസ്റ്റിൽ ഇട്ട് വെച്ച് എപ്പോഴാണ് സെയിലുള്ളതെന്ന് വെച്ചാൽ അപ്പം നോക്കിയിട്ട് എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞോ കൂടിയോ എന്നുള്ളത്. അങ്ങനെ നോക്കിയിട്ട്, അല്ലെങ്കിൽ പിന്നെ സെയിലുള്ളത് നോക്കിയാൽ, സെയിൽ എന്ന് പറയുമ്പോൾ ആമസോണിൽ എല്ലാ മാസം സെയിൽ ഉണ്ടാവാറുള്ളത്. പിന്നെ ആ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഈ വൈറ്റ് ട്രൗസറിനെ കുറിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക, ഇത് എവിടുന്നാ ചേച്ചി. അപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ കൂടെ ഉള്ളതല്ല, ഇത് സെപ്പറേറ്റ് ആണ്. ഇതും നമ്മൾ ആമസോണിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് വേറെ ആയിരുന്നു, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ്റെ സ്ലീവിൽ വരുന്നത്. സ്റ്റൈലം ബ്രാൻഡിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. അതിലിപ്പോൾ ടോപ്പ് സെപ്പറേറ്റ് ആയിട്ടും പാൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനത് പെയറായിട്ടാണ് മേടിച്ചത്. പക്ഷേ അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ അതും വേണമെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാം. സെപ്പറേറ്റ് വേണമെങ്കിൽ വേറെ ട്രൗസേഴ്സ് ആയിട്ട്. ഇത് നല്ല കോട്ടൻ്റെ വൺ സൈഡ് ഇങ്ങനെ പോക്കറ്റൊക്കെ വന്നിട്ടുള്ള ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡ്യൂറക്സ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലേ ഗോൾഡൻ്റെ. അപ്പോൾ കംഫർട്ടിൻ്റെ കോട്ടനാണ്, പക്ക കോട്ടനാണ്. പിന്നെ ചെരുപ്പ് പറയുമ്പോൾ ഞാൻ എല്ലാവരും ഇതിലൊക്കെ ഷൂ അങ്ങനത്തെ സാൻഡൽസൊക്കെ അല്ലേ, ഞാൻ സിമ്പിളായിട്ട് അങ്ങനെ ഇട്ടുന്ന് മാത്രം. മീൻസ് സൂക്ക് ബ്രാൻഡിൻ്റെ കുറച്ച് വെറൈറ്റി ഒക്കെ എല്ലാവർക്കും വേണ്ടേ, അപ്പോൾ അങ്ങനെ വെറൈറ്റി ആക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇടാം. എന്തായാലും ഇത് സൂക്ക് ബ്രാൻഡിൻ്റെ ആണ്, നല്ല സ്റ്റൈലായിട്ട് അങ്ങനെ. അപ്പോൾ ചെരുപ്പിൻ്റെ സൈസ് 7 ആണ് കേട്ടോ. UK സൈസ് 40 അങ്ങനെ. അയ്യോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ്. ഇട്ടു എന്ന് തോന്നില്ല, അതുപോലത്തെ മെറ്റീരിയൽ. സംഭവം ജോർജറ്റാണ്. ഈ ബട്ടൺ ഇടാൻ തന്നെ ഒരു പാടാണ്. ഒരാളുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിൽ നടക്കുമല്ലോ. കുറേ നേരമായി ഞാൻ ഇത് ഇടാൻ നോക്കുന്നു. എന്തായാലും അതാ പറഞ്ഞാൽ അവിടെ കിടക്കട്ടെ. ഒരെണ്ണം മുരിയത് പറഞ്ഞാൽ ഇട്ടതും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഇതിൻ്റെ കളർ അടിപൊളിയായിട്ട് വൈറ്റ് ആൻഡ് ഓറഞ്ച് ഷെയ്ഡിൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യത്തെ ഞാൻ പിക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്ത സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നും എനിക്കങ്ങനെ റിഗ്രറ്റ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എല്ലാതും നല്ല സംഭവങ്ങൾ വന്നത്, ക്വാളിറ്റിക്ക് ആയാലും. അപ്പോൾ സൈസ് എന്ന് പറയുമ്പോൾ അത് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇതൊക്കെ പറഞ്ഞാൽ ഇട്ടൂന്നേ തോന്നില്ല, അതേപോലത്തെ സംഭവമാണ്. പക്ഷെ കുറച്ച്
സീ ത്രൂ ആണ്. നമുക്ക് ഉള്ളിൽ സ്പെഗറ്റി ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് പോലെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ 2 in 1 പർപ്പസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജാക്കറ്റായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷർട്ട് ടൈപ്പായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് ഇടുമ്പോൾ തന്നെ. അപ്പോൾ ഇനി ഇതിന് പ്രിൻറ്റ് നോക്കുകയാണെങ്കിൽ ഓവറോൾ ഈ ഒരു പ്രിൻറ്റ് തന്നെ. പിന്നെ നോക്കുകയാണെങ്കിൽ നടുക്കൊരു ഷർട്ട് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് ബട്ടൺ ഉണ്ടാവില്ല. പിന്നെ സ്ലീവിൽ പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ ഫ്ലീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലീറ്റ് ടൈപ്പായിട്ടാണ് 1 ബട്ടനുള്ളൂ. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഉള്ള ലുക്കും ഓപ്പൺ ചെയ്യാത്തുള്ള ലുക്കും ഇത് ഇടാൻ പറ്റാണ്ടെന്ന് അത് ആരോടും പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ. ഇതിൽ ഈ ഷർട്ട് മേടിച്ചാൽ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ വേറെ കുറേ പ്രിൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ലൈറ്റ് ഷെയ്ഡിലും ഉണ്ട്, ഡാർക്ക് ഷെയ്ഡിലും അങ്ങനെ പലതരം പ്രിൻസുകൾ. പിന്നെ ലാർജാണ് ആസ് യൂഷ്വൽ ഞാൻ മേടിക്കാറുള്ള സൈസ്. അപ്പോൾ അത് തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. ബ്രാൻഡ് എന്തോ ഫെയറി ലണ്ടൻ എന്തോ പുതിയ ബ്രാൻഡാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും മൊത്തത്തിൽ. ഇൻഡോയിര ബ്രാൻഡിൻ്റെ നല്ലൊരു അടിപൊളി 2 പീസ് സെറ്റ്. ഇത് 2 പീസും കോഡ് സെറ്റും എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷേ 2 പീസിൻ്റെ നല്ല കളക്ഷൻസ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡാണെന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വരെ അത്. പിന്നെ കുറച്ച് ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് കാണുമ്പോൾ കുറച്ച് ലൂസ് ഉണ്ട് അല്ലേ. ലൂസിന് ഇത് ലാർജ് സൈസാണ് ഞാൻ മേടിച്ചത്. പക്ഷേ വന്നതും ലാർജ് സൈസാണ്. ഇവരുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫിറ്റൊക്കെ ആവാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് ലൂസാണ്. അപ്പോൾ 1 സൈസ് ഒന്നിന് കുറച്ച് മേടിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി. ഓൾട്ടർ ചെയ്താലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് എക്സ്ചേഞ്ച് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ കൈയിൻ്റെ ഇവിടെയൊക്കെ ഡിസൈൻസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ പോവും. പിന്നെ ഇവിടെ നിന്ന് വെട്ടി ഇവിടുന്ന് എന്തിനാ ഈ പണിക്ക് നിൽക്കണേ. എക്സ്ചേഞ്ച് ചെയ്തിട്ട് ലാർജിന് പകരം മീഡിയം മേടിച്ചാൽ മതി, കാര്യം കഴിഞ്ഞു അവിടെ. പിന്നെ നമ്മുടെ യോക്കിൻ്റെ പോർഷനിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരു നെക്കിൻ്റെ ആ ഒരു ചൈനീസ് കോളർ നെക്കും, പിന്നെ ചെറിയ കട്ടും, പിന്നെ ഇവിടെ ഒരു സ്റ്റിച്ചിങ്ങും ലേസും, പിന്നെ ഈ ഒരു സ്ലീവാണ് മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇത് സെമി ബെൽ ആ ഒരു സ്ലീവ് ടൈപ്പാണ്. പിന്നെ ഇവിടെ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ്, ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഇത് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ സ്ലീവിൻ്റെ എൻഡിലും ചെറുതായിട്ടൊരു ഈ ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇങ്ങനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തുണി അടിപൊളിയാട്ടോ. കോട്ടൻ്റെ മെറ്റീരിയലാണ്. പക്ഷെ കോട്ടൺ നല്ല ടൈപ്പ് കോട്ടണില്ലേ, നല്ല ലൈറ്റ് വെയിറ്റ് കോട്ടണിലൊക്കെ നല്ല കോട്ടൺ എന്നൊക്കെ പറയില്ലേ, ആ കോട്ടണിൽ. പിന്നെ ഇത് സ്ട്രെയിറ്റ് ഫിറ്റാണ് ഇത് വരുന്നത്. 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ പാൻറ്റ് നോർമൽ പാൻറ്റ് ഫിറ്റിങ്. ഓവറോൾ ഈ ഒരു സോളിഡ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിന് കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കളർ ചേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. സൈസസ് ഉണ്ട് കേട്ടോ. പേസ്റ്റൽ ഷെയ്ഡ് വേണ്ടവർക്ക് ഏതാ അടിപൊളി ഒരു അന്യ ഡിസൈനർ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കളക്ഷൻ. പിന്നെ റേറ്റും നിസ്സാരമേ ഉള്ളൂ. ക്വാളിറ്റി ആണെങ്കിൽ അതിനേക്കാളും നല്ല ക്വാളിറ്റി. അപ്പോൾ കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പ്യുവർ കോട്ടൺ ഒന്നും ഈ 400-ക്ക് 500 രൂപയുടെ ഉള്ളിലൊന്നും നമുക്ക് കിട്ടാൻ പോകില്ല. അപ്പോൾ കോട്ടൺ പ്യുവർ അല്ല, മിക്സ്ഡ് കോട്ടണിൽ വരുന്നത് 3 പീസിൻ്റെ കളക്ഷൻ. ഇതിൽ സ്ട്രെയിറ്റ് ഫിറ്റാണ് ഇത് വരുന്നത്. സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് നെക്ക് പോർഷനിൽ ഒരു പാച്ച് വർക്ക് പോലെ വി നെക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇഷ്ടപ്പെട്ടെന്ന് പറയാനായിട്ട് ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനാണ്, അതിൻ്റെ ഒരു പ്രിൻ്റാണ്. അതിലൊരു വൈറ്റും ആ ഒരു മറൂൺ റെഡ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വന്നപ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഉടുക്കാനും സുഖമുണ്ട്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രിൻറ്റ് ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ഇല്ലയെന്ന് തോന്നുന്നു. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നില്ല, കയറി നോക്കിയോളൂ. പിന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് വൈറ്റ് ആട്ടോ. ഇനിയിപ്പോൾ വൈറ്റ് വേണ്ട, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മാച്ചിങ് ചെയ്യണം എന്ന് വെച്ചാൽ അതിലേക്ക് ഇപ്പോൾ റെഡ് വേണമെങ്കിൽ റെഡ് കൊടുക്കാം. പക്ഷേ ദുപ്പട്ടയ്ക്ക് അപ്പോൾ അത് മാച്ചിങ് ആവില്ല. ഇത് ഇങ്ങനെ തന്നെയാണ് നല്ലത്, അടിപൊളിയല്ലേ. ഇത് 1 സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ. പാൻറ്റിന് 1 സൈഡ് പോക്കറ്റ് ഉള്ളൂ, 2 സൈഡ് ഇല്ല. പ്ലെയിൻ പാൻറ്റ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും റേറ്റ് കുറവിന് നമുക്ക് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ നല്ല അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുമ്പോൾ സീ ത്രൂ ആണ്. നമുക്ക് സ്പെഗറ്റി ഇടേണ്ടി വരും. അതിപ്പോൾ അങ്ങനെയാണല്ലോ. ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ, അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും സ്പെഗറ്റി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് ആട്ടോ. ഒരു പൊടിക്ക് ലൂസ് ഉണ്ട്, അതൊന്ന് ഓർഡർ ചെയ്താൽ കറക്റ്റ് ആവും. ബാക്കിയൊക്കെ പെർഫെക്റ്റ്. അപ്പോൾ എങ്ങനെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ കളർ ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ആമസോൺകാർ തന്നെ നമുക്കിങ്ങനെ സജഷനിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ഐറ്റംസ് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സജഷനിൽ കയറിയിട്ട് പിന്നെ പുതിയ ഐറ്റംസ് നമുക്ക് കാണാനും പർച്ചേസ് ചെയ്യാൻ കൊതിയാവണമെങ്കിൽ കൊതി. അപ്പോൾ റേറ്റ് കൂടുതലും ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആഡ് ടു കാർഡാക്കി വെക്കുക. പിന്നെ സെയിലുള്ള സമയം നോക്കിയിട്ട് കുറഞ്ഞോ കൂടിയോ നോക്കിയിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്താൽ മതിയിട്ട്. ഇപ്പോൾ ഞാൻ ഇട്ടത് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിന്
തന്നെ ഇപ്പോൾ 2 ഷെയ്ഡ് ഉണ്ട്. ഒരെണ്ണം നല്ല ഡാർക്ക് പിങ്കിലും ഒരെണ്ണം ഈ ഷെയ്ഡിൽ. പക്ഷെ പിങ്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതെടുത്തത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല കളക്ഷൻസ് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.